ഇത് കർണാടകയിൽ നമ്മുടെ കടലിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. വെള്ളം നല്ല രീതിയിൽ ഒഴുക്കൊക്കെ കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുകുന്നത് കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു പഴയ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അവിടെ നിൽക്കുന്നത്. ആക്ച്വലി ആ ക്രിസ്ത്യൻ ചർച്ച് ഇല്ല, അത് മൊത്തത്തിൽ പൊളിഞ്ഞൊരു ബിൽഡിങ് ഭാഗമായിട്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ കടലിൻ്റെ അതും ആ ചർച്ചിൻ്റെ അടുത്തുള്ള കടലിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സൈഡിൽ കൂടെ ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ പഴയ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ റിമൈനിങ്സ് ആണ്. അത് ഫുൾ ചർച്ചല്ല, 2000 കൊല്ലത്തിലധികമായി. അപ്പോൾ അത് ഈ വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോയതാണ് മൊത്തത്തിൽ. മുമ്പ് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിത ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ സ്ഥിതി വളരെ മോശമായി കിടക്കുകയാണ്. കാരണം ഈ വെള്ളം കുത്തിയൊലിച്ച് വന്ന് മൊത്തം പൊളിഞ്ഞ് ആകെ ഒരു ഡാമേജായി കിടക്കുകയാണ് മൊത്തത്തിൽ തന്നെ. ഇപ്പം അതിൻ്റെ ഒരു അംശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ ക്രിസ്ത്യൻ പള്ളി മുഴുവൻ ഈ ആയിട്ട് മൊത്തം സറൗണ്ടഡ് ആയിട്ടുള്ള ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതാ പഴയ ബ്രിട്ടീഷുകാർ കർണാടകയിൽ പണിത ക്രിസ്ത്യൻ പള്ളിയുടെ ബാക്കിയുള്ള അംശങ്ങളെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷെ ആ ചുമരുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പഴക്കം ഊഹിക്കാൻ പറ്റും. ഏകദേശം 2000 അതിലും കൂടുതൽ പഴക്കമുണ്ട്. എന്നാലും ഇതിൻ്റെ കുറച്ച് റിമൈനിങ്സ് ഇപ്പോഴും, ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നുണ്ട്.